ഹലോ എവ്രി വൺ, എങ്ങനെയുണ്ട് പെരുന്നാൾ? എല്ലാവരും അടിച്ചു പൊളിച്ചോ? ഇവിടെ അടിച്ചു പൊളിച്ചു കേട്ടോ. സൂപ്പറായിരുന്നു ഇപ്രാവശ്യത്തെ പെരുന്നാൾ. അൽഹംദുലില്ലാ എല്ലാം ഭംഗിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊരു ഈദ് മിനി വ്ളോഗാണ്. അപ്പോൾ മിനി വ്ളോഗ് ഈദിൻ്റെ ഒരു ഇൻട്രോ ഒന്നും നമ്മളങ്ങനെ സെറ്റ് ചെയ്യാൻ കിട്ടിയില്ല, സെറ്റ് ചെയ്തില്ല കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ചൊന്നും സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളും മോളുടെ കുറച്ച് ക്യൂട്ട് മൊമെൻറ്റ്സ് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ തുടങ്ങാം പ്രാവശ്യത്തെ ഈദ് മിനി വ്ളോഗ് എന്ന് വിചാരിച്ചാണ് മോളുടെ എടുത്തത് കേട്ടോ. മോളുടെ പെരുന്നാൾ ഡ്രസ്സാണിത്. അപ്പോൾ അവൾ ഉപ്പയും ഫൈസയും കൂടി പള്ളിയിൽ പോയപ്പോൾ, ഉപ്പയും ഫൈസയും ഷാനും കൂടി പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിൽ പോയപ്പോൾ അവളും കരഞ്ഞു കേട്ടോ. അപ്പോൾ അവളെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അവളോടൊപ്പം കുറച്ച് നേരം ഇരുന്നതാണ് കേട്ടോ. അത് അവൾ ഡാൻസ് കളിക്കണം, പാട്ട് കളിക്കണം, അങ്ങനെ എന്തൊക്കെയോ എക്സ്പ്രഷനൊക്കെ വാരി വിതറുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് പെരുന്നാൾ നമസ്കാരത്തിനായിട്ട് ഫൈസിയും ഉപ്പയും ഷാനൂസും പോയത് കേട്ടോ. അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തന്നെയാണ് പള്ളി കേട്ടോ. അങ്ങനെ പിന്നെ പെരുന്നാളിന് സ്പെഷ്യൽ എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. മന്തി ഉണ്ടായിരുന്നു, അൽഫാം മന്തിയായിരുന്നു. നമുക്ക് കുറേ വീഡിയോസൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ പായസം ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും നമുക്ക് ഇടാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പെരുന്നാൾ കഴിഞ്ഞ ഉച്ചയ്ക്ക് ഹൈലൈറ്റ് മാൾ വരെ പോകണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്നുണ്ടായൊരു തീരുമാനമായിരുന്നു. കുട്ടികളൊക്കെ എവിടേക്കെങ്കിലും പോകണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോകാൻ വിചാരിച്ചതാണ് കേട്ടോ. ബസ്സിലാണ് പോകുന്നത്. ബസ് സ്റ്റോപ്പിൽ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആമ്പല്ലൂരാണ് കേട്ടോ ഈ ഹൈലൈറ്റ് മാൾ. അപ്പോൾ ഞങ്ങളെത്തി, മാളിലൊക്കെ എത്തിയിട്ടുണ്ട്. നല്ലൊരു വൈബായിരുന്നു. ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഹൈലൈറ്റ് മാളിലേക്ക് വരുന്നത്. ആദ്യം ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഫുൾ സെറ്റിങ്സ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. കുറേയൊക്കെ അവിടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് മേലെ ഗെയിം സെക്ഷനിലൊന്നും അങ്ങനെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സൂപ്പറായി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അവർ. ഈദും കൂടി ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു നല്ലൊരു വൈബായിരുന്നു. ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് നമ്മളതൊന്നും അങ്ങനെ കാണാൻ നിന്നില്ല. ജസ്റ്റ് കുറച്ച് നേരമൊക്കെ നിന്നിട്ട് പോന്നു. മേലെ നമ്മൾ ഓരോരോ ഫ്ലോർ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് ഇവിടെ മാളിലെത്തിയപ്പോഴേ നമുക്ക് ഇതുവരെ ഇല്ലാത്ത ഫോണിനൊരു ഭയങ്കര ഒരു ക്ലാരിറ്റി ഫീൽ ചെയ്തു കേട്ടോ. നമ്മളിന്ന് വീട്ടിൽ നിന്ന് വീഡിയോസ് എടുത്തിട്ട് മാളിൽ ചെന്നപ്പോൾ ഭയങ്കര ഒരു ക്ലിയർ ആയിരുന്നു കേട്ടോ ഫോണിന്. ഈ ചോപ്പ് അതൊരു ബസ്സാണ് കേട്ടോ. ആ ബസ്സിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കയറിയതുകൊണ്ട് ഇപ്രാവശ്യം കയറിയില്ല കേട്ടോ. പ്രാവശ്യം അല്ലാതെ തന്നെ നമുക്ക് കുറേ ഗെയിം സെക്ഷനിൽ കയറണം എന്ന് വിചാരിച്ചാണ് പോയത്. ഗെയിമിന് ഓരോ റേറ്റ് ഉണ്ട് കേട്ടോ. 100, 130 അങ്ങനെ ഒരു റേറ്റിന് അങ്ങനെ സെപ്പറേറ്റ് കയറാൻ പറ്റില്ല. ഒരു കാർഡ് എടുക്കണം. അങ്ങനെ എടുത്തിട്ടേ നമുക്കത് കയറാൻ പറ്റുള്ളൂ. ഗെയിമൊക്കെ കളിച്ച് നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് നേരം വൈകിട്ടു. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ നമുക്ക് സമയം പോണതും അറിയില്ല. ഇരുട്ടായതൊന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ. നേരം വൈകിട്ടാണ് വീട്ടിൽ വന്നത്. പിന്നെ ഈ പടക്കവും പൂത്തിരിയും അതൊക്കെ കത്തിച്ച് നമ്മൾ 2ാം പെരുന്നാളിനാണ് കേട്ടോ. ആദ്യത്തെ പെരുന്നാൾക്ക് നമുക്ക് നേരം ഉണ്ടായില്ല. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ലേറ്റായി, ഒരു 10 മണിയൊക്കെ ആയി വീട്ടിലെത്തിയപ്പോൾ കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് തിരിച്ചു വരുന്ന വീഡിയോ എടുക്കാനോ ഫുഡ് കഴിക്കണ വീഡിയോ എടുക്കാനോ അതിനൊന്നും നേരം ഉണ്ടായിരുന്നില്ല. ഫുഡ് കോർട്ട് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു, ഫുഡൊക്കെ കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ പടക്കം പൂത്തിരി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കത്തിച്ചിട്ടു. പടക്കം ഉണ്ടായില്ല, മേശപ്പൂത്തിരി, പൂത്തിരി അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് എനിക്ക് വേണം. ബൈ.